ഇപ്പോൾ എല്ലാ വീടുകളിലും കാണുന്ന ഒരു ചെടിയാണ് കറ്റാർവാഴ. മിക്ക വീടുകളിലും കാണും. ഇത് വളർത്തിയെടുക്കാനൊന്നും വളരെ പാടൊന്നുമില്ല. മുഖസൗന്ദര്യത്തിന് ഏറ്റവും ബെസ്റ്റാണ് ഈ കറ്റാർവാഴയുടെ ജെല്ലും എല്ലാം. അപ്പോൾ നമുക്ക് ഇത് വെച്ച് നല്ലൊരു പാക്ക് ഉണ്ടാക്കാം. മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാനും കരിവാളിപ്പ് മാറാനും എല്ലാം നല്ലൊരു സംഭവമാണ്. അപ്പം 2 കറ്റാർവാഴ ഞാൻ അതിൽ നിന്ന് അടർത്തി മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇത് കുറച്ച് നേരം നമുക്ക് വെള്ളത്തിലിട്ട് വെക്കണം. കാരണം അതിനകത്തൊരു കറയുണ്ട്. ആ കറ നമ്മൾക്ക് മുഖത്ത് തേക്കുമ്പോൾ ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരം നമ്മൾ വെള്ളത്തിലിടുന്നത്. എന്നിട്ട് ആ വെള്ളം മാറ്റിയിട്ട് നമുക്ക് അടുത്ത വേറെ കുറച്ച് വെള്ളത്തിലും കൂടി ഇടണം. അതിൻ്റെ അടിഭാഗം കട്ട് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് അതിനകത്ത് കിടക്കട്ടെ. ആ കറയെല്ലാം പോയതിന് ശേഷം ആ കറ്റാർവാഴ മേൽഭാഗം കൊണ്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഫ്ലഷ് നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ച് എടുക്കാവുന്നതാണ്. ഇതുപോലെ. എന്നിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് നമ്മൾ കഴുകി എടുക്കണം. അപ്പോൾ ഒന്നും കൂടി അതിൻ്റെ ആ ഒരു കറയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ആ വെള്ളത്തിലിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ വേണം നമ്മൾ അടിച്ചെടുക്കാനായിട്ട്. അങ്ങനെ ഇതാ നമ്മൾ ആ ജെല്ല് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നതെന്ന് വെച്ചാൽ റോസ് വാട്ടറാണ്. ഞാൻ കുറച്ച് ഡ്രോപ്സ് റോസ് വാട്ടർ ഇതിൽ ചേർക്കുന്നുണ്ട്. എന്നിട്ടൊരു സ്പൂൺ വെച്ച് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആ ജെല്ല് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് അരിമാവ് എടുക്കുന്നുണ്ട്. അരിപ്പൊടിയും അതിലേക്ക് വീണ്ടും കുറച്ച് റോസ് വാട്ടർ ഒഴിച്ച് കൊടുത്തിട്ട് ഈ മിക്സ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ആ മാറ്റി വെച്ചിരിക്കുന്ന ജെല്ലുണ്ടല്ലോ, ആ ജെല്ലിലേക്ക് നമുക്ക് ഈ മിക്സ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇതുപോലെ കിട്ടും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഐസ് ട്രേ ഉണ്ടല്ലോ, ഐസ് ട്രേ എടുക്കുക. അതിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ജെല്ലിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഓരോ ക്യൂബ്സിലായിട്ടും ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഫ്രീസ് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു ദിവസം ഫുള്ള് വെച്ചാലോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തായാലും പെട്ടെന്ന് ഫ്രീസായി കിട്ടും. കുളിക്കുന്നതിന് തൊട്ട് മുമ്പ് നമുക്കിത് മസാജ് ചെയ്യാം ഇത് വെച്ചിട്ട് ഓരോ ക്യൂബ്സ് എടുത്തിട്ട്. കാരണം നമ്മൾ അരിപ്പൊടി ചേർക്കുന്നതെന്ന് വെച്ചാൽ ഒരു സ്ക്രബ്ബർ കൂടിയാണ്. നല്ല ഒരു സ്ക്രബിങ് എഫക്റ്റ് കൂടി കിട്ടും. നല്ല ഒരു പാക്കാണിത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. മുഖത്തിന് നല്ല തിളക്കം കിട്ടും. കരിവാളിപ്പും എല്ലാം മാറുന്ന ഒരു സംഭവം കൂടിയാണ്. നല്ല സൂപ്പർ ഐറ്റമാണ്. ഉള്ള കെമിക്കൽസ് എല്ലാം വാങ്ങി മുഖത്ത് തേക്കുന്നതിനെക്കാട്ടി ഇതുപോലുള്ള പാക്കൊക്കെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്തിന് നല്ല ആരോഗ്യവും കിട്ടും, നല്ല ഗ്ലോയും കിട്ടും. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക.